വിറകോ എന്തെങ്കിലും ഇട്ട് കത്തിച്ചതിന് ശേഷം ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. ഉള്ളിലേക്ക് തള്ളിയിട്ട് നമ്മളത് തീ കൊടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റും. അത് ആദ്യത്തെ ചെവക്കായാലും നമ്മൾ കാത്തിക്കേണ്ടി തീപിടുത്തുണ്ടാവുമോ, എന്താ സംഭവിക്കാൻ പോകുക എന്നൊക്കെ ഉള്ളത്. 60% വരെ ഈ ഒരു പദ്ധതി വഴിയായിട്ട് നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. തിരിച്ചിട്ട് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ള സിസ്റ്റമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അടിപൊളി പരിപാടിയല്ലേ? ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ സെന്റ് ജോസഫ് ഇൻഡസ്ട്രീസിലുള്ളത്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രയറുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡ്രയർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളെ കൊപ്ര ഉണക്കുന്നുണ്ടല്ലോ, കൊപ്ര, അടക്ക, അതേപോലെ റബ്ബർ ഷീറ്റുകള്, ജാതിക്ക, ജാതിപത്രി, ഇതൊക്കെ ഉണക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രയറുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. സെന്റ് ജോസഫ് ഇൻഡസ്ട്രീസിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കൊപ്ര ഉണക്കുന്ന ഒരു ഡ്രയറാണ് കേട്ടോ. ഇതാണ് ഈ കാണുന്ന ഒരു കൊപ്ര ഉണക്കുന്ന ഡ്രയർ. 1000 തേങ്ങ ഒരു സമയം നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 4 പാർട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൽ. 1, 2, 3 ഈ അടച്ചു വെച്ചതായിട്ട് 4 പാർട്ട് വരുന്നുണ്ട്. ഈ പാർട്ടിൽ ഓരോന്നിലും ഓരോ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഈ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഈ ട്രേയിലേക്ക് ഒരു നെറ്റും വരുന്നുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ഒരു നെറ്റാണ് ഇത് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് തന്നെയാണ് വരുന്നത്. കാരണം ഇതിൽ നമുക്ക് ചൂട് പെട്ടെന്ന് കൊടുത്തിട്ട് ഇത് ദ്രവിച്ചു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ ഈ ഒരു പാർട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 പീസാക്കിയുള്ള തേങ്ങ ഇതിലേക്ക് നമ്മൾ അടുക്കി വെച്ച് കൊടുക്കുക. ഇത് ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. ഈ ട്രേ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. അങ്ങനെ ഓരോ പാർട്ടും ഇതേപോലെ വലിച്ചെടുക്കുക. അതിലേക്ക് തേങ്ങ സെറ്റ് ചെയ്യുക, നമ്മൾ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിന് തീ കൊടുക്കണം. ആ തീ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ബോയിലർ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ പ്രോഡക്റ്റാണ്. ടാറ്റയുടെ ഒരു സ്റ്റീലാണ്, ഒരു ഷീറ്റാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആ തീയുടെ പവർ കൊണ്ട് അത് ദ്രവിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അവിടെയും വരുന്നില്ല. ആ രീതി നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇവിടെ ഈ ഒരു സെന്റ് ജോസഫ് ഇൻഡസ്ട്രീസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തീ കൊടുത്ത് നമ്മൾ ചിരട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന വിറകോ എന്തെങ്കിലും ഇട്ട് കത്തിച്ചതിന് ശേഷം ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. ഉള്ളിലേക്ക് തള്ളിയിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടാണ് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ അവിടുത്തെ പുകയോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചൂട് കൊടുത്തിട്ടാണ് ആ കൊപ്രയെ ഉണക്കിയെടുക്കുന്നത്. അതിനെക്കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്ര എപ്പോഴും ഒരു നല്ലൊരു കളറായിരിക്കും. അത് കറുത്ത് പോയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ആ കൊപ്രയ്ക്ക് വരുന്നില്ല. എന്താണോ ആ കൊപ്രയുടെ കളർ വരുന്നത് ആ കളറോട് കൂടി തന്നെ നമുക്ക് അത് ഉണങ്ങിയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇവിടെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സെറ്റിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 4 ട്രേ ഉണ്ടല്ലോ, ഈ 4 ട്രേ കൂടാതെ ഇതിന്റെ മേൽഭാഗം കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാർട്ടും കൂടി വരുന്നുണ്ട്. ഈ പാർട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുളകോ മല്ലിയോ അല്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ എന്താ പറയുക കഴുകിയിട്ട് ഉണക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു മേൽഭാഗം കൂടി നമുക്ക് ചെയ്തെടുക്കാൻ രീതിയിലാണ് ഇവിടെ ഈ ഒരു ഡ്രയർ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരേ സമയം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ ഡ്രയർ അല്ലാതെ ചെറുത് നമുക്ക് വേണമെങ്കിലും അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് 500 തേങ്ങ ഒരു സമയം ഉണക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഡ്രയറാണ് ഇത് വരുന്നത്. ഇതല്ല, ഇതിലും ചെറുത് ആവശ്യമുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ. 300 തേങ്ങ ഒരേ സമയം ഉണക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രയർ വരുന്നത്. അതായത് 300 തേങ്ങ എന്ന് പറയുമ്പം കട്ട് ചെയ്തിട്ട് 600 പീസ് ഉണ്ടാവും അല്ലേ, ആ 600 പീസും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രയർ വരുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് അടച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചൂട് കൃത്യമായിട്ട് അറിയാനുള്ള മീറ്റർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയാണ് ഇത് ചൂട് വരണം, നമുക്കിപ്പോൾ ഇത് കൊടുത്ത പാട് നമ്മൾ ഈ തേങ്ങ ഇതിൽ വെച്ച പാട് നമുക്കൊരു 100 110 ഡിഗ്രിയിലാണ് ആദ്യം ഒരു ചൂട് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്കൊരു 80 90 ഡിഗ്രിയിൽ മതി. അത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മീറ്റർ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതും കൂടിയല്ല, ഇവിടെ നിങ്ങളൊരു ഓപ്പൺ കണ്ടോ, നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചത്, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന് വീഴുന്ന ആ ഒരു വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഈ നമ്മൾ ഈ ബോയിലറിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന വേസ്റ്റ് ഒക്കെ, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു പാർട്ടും ഇവിടെ വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ കാണുന്നതും ഒരു ഡ്രയറാണ് കേട്ടോ. ഇത് വരുന്നത് നമ്മൾ ബ്ലോവർ ടൈപ്പാണ് ഇത് വരുന്നത്. അതായത് ഇതിന് ഒരു 2 HP മോട്ടർ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടെ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ തീ കൊടുക്കുക, വിറകോ ചിരട്ടിയോ എന്താണോ കൊടുത്തിട്ട് ഇതിൽ തീ കൊടുത്തിട്ട് ഇവിടുന്ന് ആ ഒരു ചൂടിനെ ആ മോട്ടർ വെച്ചിട്ട് അടിച്ചിട്ട് ഈ 2 ഭാഗം നിങ്ങൾ കണ്ടോ, ഈ 2 ഭാഗവും ഒരു റൂമിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ റൂമിലേക്ക് ചൂട് കൊടുത്തിട്ട് ഏകദേശം ഒരു 2000-ഓളം കൊപ്ര ഒരു സമയം നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രയർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഡ്രയറും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പഴയ കാലത്ത് നമ്മൾ കൊപ്ര ഉണക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അട്ടി സിസ്റ്റം എന്നൊക്കെ പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ഈ ബോയിലർ കൊടുത്തിട്ട് ഇതേപോലെ ചിലവ് കുറച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ വന്നിരിക്കുന്ന കൊടുവള്ളിയിലാണ്. കൊടുവള്ളിയിൽ റസാക്ക അല്ലേ, റസാക്ക? ഓക്കെ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി?
ഇത് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല നിറമുള്ള കൊപ്രയും അതേപോലെ തന്നെ നിറമുള്ള വെളിച്ചെണ്ണയും കിട്ടും എന്നുള്ളതാണ്. പിന്നെ തീ കൊടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാം. മറ്റേത് ആദ്യത്തെ ചേവക്കായാലും നമ്മൾ കാത്തിക്കേണ്ടിയും തീപിടുത്തുണ്ടാവുക എന്താ സംഭവിക്കാൻ പോകുക എന്നൊക്കെ ഉള്ളത് ആ തരത്തിലുള്ള ഭയമൊന്നും ഇതിനില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രത്യേകത. ഓക്കെ ഇതിന്റെ സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ IT സിസ്റ്റം ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൊടുക്കുകയല്ല, ഓരോ ചേമ്പറിലാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ. ഇവിടെ ഒരു ചേമ്പർ നിങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നതാണെന്നുണ്ടല്ലോ. ഇവിടെ ഇതിപ്പം ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് ഈ ഗ്രിൽ സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ല നമുക്ക് പഴയ രീതിയിലുള്ള ആ കവുങ്ങ് കട്ട് ചെയ്തിട്ടിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ്, അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഗ്രില്ല് കൊടുത്ത് കുറച്ചുകൂടി സേഫ്റ്റി നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റസാക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന കൊപ്ര, അതായത് കട്ട് ചെയ്തിട്ടുള്ള കൊപ്ര നേരെ ഇതിലേക്ക് കൊടുക്കുന്നു. കൊപ്രയല്ല, നമ്മൾ തേങ്ങ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു ദിവസം ഇതിലേക്ക് ഇട്ടതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ആ ചൂട് കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതേപോലെ കൊപ്രയായിട്ട് നമുക്ക് അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ആ കൊപ്ര ഇതിലേക്ക് കൊടുത്തിട്ട് രണ്ടാമത്തെ ചേമ്പറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ 2 ദിവസം നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ കൊപ്ര മാത്രമല്ല, ഇതിൻ്റെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ, ഇത് കൊപ്രയല്ല, ഇത് അടക്കയാണ്. അടക്ക ഉണക്കാൻ ഇട്ട ഈ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഇതേപോലത്തെ അട്ടി സിസ്റ്റത്തിൽ നമ്മൾ അടക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തീ പിടിക്കുന്നുള്ള ടെൻഷനൊക്കെ നമുക്കുണ്ടാകും. കാരണം അതിൽ ഡയറക്റ്റ് തീ നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു സിസ്റ്റം, അതായത് ഈ ബോയിലർ സിസ്റ്റം വരുമ്പം അതിൻ്റെ ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തീ പിടിക്കുക ഒന്നും ഉണ്ടാവില്ല. അതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മളെ വഴിക്ക് പോകാം. ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റസാക്ക ചെയ്ത വേറൊരു കാര്യം, അതിൻ്റെ മുകളിൽ ചാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊരു ദം സിസ്റ്റത്തിലേക്ക്, അതായത് ഒന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല രീതിയിൽ ദമ്മായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടും. ഇതിലേക്ക് തീ കൊടുക്കുന്നല്ല, ഇതിലേക്ക് ചൂട് കൊടുക്കുന്ന കാര്യം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പുറകിലാണ് കേട്ടോ. ആ പുറകിലുള്ള കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പുറകിലാണ് ഇതിൻ്റെ ബോയിലറൊക്കെ വരുന്നത്. ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ട് ഇവിടുന്ന് തീ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് അതിൻ്റെ ചൂട് കൊടുക്കുന്നത്. ആ ഒരു സിസ്റ്റം കൂടി നമുക്ക് കാണാം. ഇവിടെയാണ് തീ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ കൊപ്ര കണ്ടിട്ടുണ്ടല്ലോ ചേമ്പറിൽ, അതിൽ ഇവിടെ തീ കൊടുത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വിറകോ അല്ലെങ്കിൽ ചിരട്ടിയോ എന്താണോ വേണ്ട ആവശ്യമുള്ളത് അത് ഇതിലേക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് തീ കൊടുക്കുക. തീ കൊടുത്തിട്ട് ഇതൊരു വലിയൊരു ടാങ്കായിട്ടാണ് വരുന്നത്. ഉള്ളിലേക്ക് പോവാണ് ടാങ്ക്. ഉള്ളിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് റിട്ടേൺ വരുന്ന ഒരു പാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇത് അടച്ചിട്ടാണ് വെക്കേണ്ടത്, ക്ലോസ് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഇതിലേക്കാണ് പുക വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചൂട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ നിൽക്കും. പുറത്തേക്ക് ചൂട് പോവാതെ ഉള്ളിൽ തന്നെ ചൂട് നിൽക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ആ ചേമ്പറിലേക്കുള്ള ചൂട് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ് ഈ ഒരു സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുന്നത്. പുകയുടെ ബുദ്ധിമുട്ടും വരുന്നില്ല. ഈ ഒരു ടാങ്ക് വഴി പോയി തിരിച്ച് ഇത് വഴി വന്നിട്ട് പുകക്കുഴൽ വഴി പുറത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആ പുകയുടെ കുഴപ്പവും നമ്മുടെ ഈ ഉള്ളിലേക്ക് ചേമ്പറിലേക്ക് ചെല്ലുന്നില്ല. കൊപ്ര കട്ട് ചെയ്ത ചെറിയ മെഷീൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അതും ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ മെഷീൻ, അതായത് ചെറിയ സ്പേസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൊപ്ര കട്ടിംഗ് മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. രണ്ടും ആ ഒരു മെഷീൻ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്കിത് വർക്ക് ചെയ്യുന്നത് നമുക്ക് മോട്ടർ വെച്ചിട്ട് വേണം ചെയ്യാം കേട്ടോ. മോട്ടർ കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് ആ രീതിയിലും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റ് ഉണ്ട്, നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന സിസ്റ്റം, അതിലും നമുക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ കൊപ്ര കൊടുക്കുന്നു, ഇതിലേക്ക് കൊപ്ര ഇട്ട് കൊടുക്കുന്നു. ഈ ഭാഗത്ത് കൂടെ ഇത് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നു. കണ്ടോ, ഇത് കണ്ടോ, ഇത് ഈ ഓപ്പൺ ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നു. ഇത് നമുക്ക് ഒരു ചെറിയ സമയമുണ്ട്, ഒരു 20 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 50 കിലോളം കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ടോമി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ കട്ട് ചെയ്ത് ചെറിയൊരു സ്പേസിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊപ്ര കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനും ഇവിടെ അവൈലബിൾ ആണ്. സെന്റ് ജോസഫ് ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന കൊപ്ര അല്ലെങ്കിൽ നമ്മൾ ഈ അടക്ക മാത്രം ഉണക്കുന്ന ഡ്രയറല്ല കേട്ടോ ഉള്ളത്. ഇവിടെ നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടല്ലോ, റബ്ബർ ഷീറ്റ് ഉണക്കുന്ന ഡ്രയറാണ് ഇവിടെ കാണുന്നത്. ടോമി ചേട്ടൻ്റെ മകനാണിത്, ജൂഡ് അല്ലേ? നമസ്കാരം. ഓക്കെ, എന്തായാലും ജൂഡാണ് ഇവിടുത്തെ ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മൾ റബ്ബർ ഷീറ്റ് ഉണങ്ങുന്ന ഡ്രയറാണ്. ഇവിടെ നമുക്ക് 3 സെറ്റ് ട്രേ കാണാൻ പറ്റും. ഈ ട്രേയിലാണ് നമ്മൾ റബ്ബർ ഷീറ്റ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇതിന്റെ മുകളിൽ റബ്ബർ ഷീറ്റ് ഇവിടെ ഇതിന്റെ മുകളിൽ റബ്ബർ ഷീറ്റ് ഇങ്ങനെ തൂക്കിയിടും. ഇതിന് നമ്മൾ ക്രോസ് ഒരു ബാർ ഉണ്ടാവും അതിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ കൊടുക്കുന്നത് ചേമ്പറിനാണ്. ഇത് ടാറ്റേന്റെ ഫോറം കട്ടിയുള്ള ഷീറ്റൊക്കെ ഉപയോഗിച്ചത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തുരുമ്പൊന്നും പിടിക്കുന്നില്ല. അതിലേക്ക് നമുക്ക് ചകിരിയോ ചിരട്ടിയോ എന്ത് വേണമെന്നിട്ട് കത്തിക്കാം. പിന്നെ ഇത് കാറ്റ് കയറാൻ ഇവിടെ 2 ഡക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പുക താഴേക്ക് പോയിട്ടാണ് മുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇതിന് ചാരം പറക്കുന്നില്ല. അപ്പോൾ ചാരം പറക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ നല്ല ഷീറ്റാണ് നമുക്ക് കിട്ടുന്നത്. 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി നമുക്കൊരു ഗ്രേഡ് ഷീറ്റ് ഈ ഡ്രയറിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ചൂട് ഇത് കത്തിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് തള്ളി കൊടുത്താൽ മതി. ചൂടും പോവും, അതുപോലെ തന്നെ പുകയും മുകളിലേക്ക് പോകും. ഇതിൽ കൂടി പുക മേലേക്ക് വരും അല്ലേ? തീ പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, അത് സേഫ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതും ലോക്ക് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് നമുക്കുള്ളത്. ഓക്കെ, ഇതിപ്പോൾ നമുക്കൊരു 90 ഷീറ്റ് ഉണങ്ങുന്ന ടൈപ്പാണ്. ഇതല്ലാതെ നമുക്ക് 45 ഷീറ്റിൻ്റെ ഉണ്ട്, 75 ഷീറ്റിൻ്റെ റബ്ബർ ഡ്രയറുകളുണ്ട്.
പിന്നെ ഇതിന് നമുക്ക് സബ്സിഡി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സബ് മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ SMAM എന്ന് പറയുന്ന ഒരു പദ്ധതി വഴിയായിട്ടാണ് നമുക്ക് സബ്സിഡി ലഭിക്കുന്നത്. ഇതിന് മാത്രമല്ല നമ്മുടെ കൊപ്ര ഉണങ്ങുന്ന എല്ലാ മോഡലുകൾക്കും തന്നെ 60% വരെ ഈ ഒരു പദ്ധതി വഴിയായിട്ട് നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മുക്കത്തിനടുത്ത് ചക്കാലം കുന്നത്ത് മുഹമ്മദ് ഖാൻ്റെ ഫ്ലോർ മില്ലിലാണുള്ളത്. ഇവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം ഒന്ന് കാണണമല്ലോ. ഇവിടെ ഇതാ നിങ്ങൾ കാണാൻ ഞാൻ ഈ പറഞ്ഞ ഡ്രയർ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡ്രയറിൽ വെച്ചിട്ടാണ് ഇതിനെ ഉണക്കിയെടുക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയേ, വളരെ ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഓരോ കൊപ്പരയും വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വെച്ചിട്ട് എടുത്തതാണ്. അതിനുശേഷം ഇതിൽ നിന്ന് ഈ ചിരട്ടയിൽ നിന്ന് അടർത്തി മാറ്റിയതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രയറിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഫംഗസ് കയറില്ല. ഫംഗസ് കയറാത്ത മാത്രമല്ല പൊടി പിടിക്കില്ല. അതുമാത്രമല്ല ഇത് ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കും. ആ ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വളരെ പ്യുവറായിട്ട് ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ ഓരോ ട്രേ നിങ്ങൾ കണ്ടോ, ഓരോ ട്രേൻ്റെ മുകളിലും ഓരോ ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ പേര് എഴുതി വെച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു. അത് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ആ ഓരോ വീട്ടുകാർ ഇതുപോലെ ഇവിടുന്ന് തേങ്ങ ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് അതിനെ ഉണക്കിയെടുത്തിട്ട് ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ട് തിരിച്ചിട്ട് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ള സിസ്റ്റമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അടിപൊളി പരിപാടിയല്ലേ? ഞാനൊരു 26 വർഷത്തിൽ കൂടുതലായി ഇവിടെ ഡ്രയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊപ്ര ഉണങ്ങുന്ന ഡ്രയർ, ജാതിപത്രി ഇങ്ങനെയുള്ളത് ഉണങ്ങുന്നുണ്ട്. ഗോതമ്പ്, മല്ലി, മുളക് എല്ലാ സാധനങ്ങളും ഉണങ്ങാം. ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണങ്ങാൻ പറ്റുന്നുണ്ട്. ഫ്രൂട്ട്സ് നമുക്ക് ഇതിൽ ട്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതെ, പൈനാപ്പിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചക്ക ഇങ്ങനെയുള്ളതൊക്കെ ഉണങ്ങാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം ഏത് മെഷീൻ ആയി കഴിഞ്ഞാൽ അതിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് സർവീസാണ്. അതിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നമ്മൾ പിന്നെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ ചെന്ന് നോക്കുന്നുണ്ട്, സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ അങ്ങനെ നല്ല മെറ്റീരിയൽ ഇട്ടാ ചെയ്യുന്നത്, അതുകൊണ്ട് കംപ്ലൈന്റ് കുറവാണ്. ടാറ്റയുടെ ഷീറ്റൊക്കെ ഇട്ടാ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം നല്ല ഇതിലാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പം സൈറ്റിലെത്തും. ഓക്കെ. ഇത് കാണുമ്പോൾ എല്ലാവരും ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഒരു റേറ്റ് ആണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ ഡ്രയറിന്റെ? റേറ്റ് നമ്മളൊരു 35,000 രൂപ മുതൽ മുകളിലേക്കുണ്ട്. 35,000 എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രയർ പറഞ്ഞത് 35,000 രൂപയുടെയാണ്. ഓക്കെ. ഓരോ ആൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്തു കൊടുക്കും. ആവശ്യമുള്ള ഏത് രീതിയിലാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ്? സൗകര്യത്തിൽ സൈസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം. എവിടം വരെ ഇത് സപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ്? ഓൾ കേരള കൊടുക്കുന്നുണ്ട്. ഇതിനു മുന്നേ ലക്ഷദ്വീപിൽ കൊടുത്തിട്ടുണ്ട്, ആഫ്രിക്കയിൽ കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കയിൽ പോയിട്ടുണ്ടോ ഇവിടുന്ന്? ഓ, അത് ശരി. ആഹാ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുടുംബശ്രീ യൂണിറ്റിന് ഒരു 10-18 വർഷം മുന്നേ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നാളികേര വിസനോടിന്റെ അംഗീകാരമുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഏതാണോ ഡ്രയർ ആവശ്യമുള്ളത് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അത് കൊപ്ര ഉണക്കുന്നതോ അടക്ക ഉണക്കുന്നതോ റബ്ബർ ഷീറ്റ് ഉണക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വിളിക്കാം. അതല്ല നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ അറിയണമെങ്കിൽ അതിനും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.